ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ ഞാൻ ഈ കാഴ്ച ഭയങ്കരമാണ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. എന്താണെന്നറിയുമോ, ഞാൻ പാചകം ചെയ്ത് കഴിയുന്നവരേക്കും അവൻ ഈ അടുക്കളയില, ഇത് കണ്ടോ, അടുക്കളയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ ദോശ ചട്നിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഫ്രൈഡേ അല്ലേ, ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് അടുക്കളയിൽ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ. അതെ, സവാളയൊക്കെ കിടപ്പുണ്ട്. എൻ്റെ മോൻ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇവന് പേടിയാണ് ഞാൻ എവിടെയെങ്കിലും പോകും. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ എവിടെ പോകാനാണ്, ഞാൻ ഒരിടത്തും തന്നെ പോയി. ഞാൻ ഭക്ഷണമൊക്കെ വച്ച് ഞാൻ കുറേ നേരം പറയണം കേട്ടോ, നീ പോയി കിടക്ക് എന്നാലേ കിടക്കുള്ളൂ. ഇങ്ങനെ കാത്തു കുത്തി കിടക്കും എൻ്റെ അടുത്ത്. ഞാൻ എന്ത് ചെയ്യുന്നു, അയ്യോ എന്നെ ജീവനാട്ടോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മമ്മിയെ സ്നേഹിച്ച് കൊല്ലല്ലേടാ, ഇങ്ങനെ മമ്മിയെ സ്നേഹിച്ച് കൊല്ലല്ലേടാ എന്ന് പറഞ്ഞു. അയ്യോ അമ്മി ചത്തുപോയി, ഇങ്ങനെ സ്നേഹിച്ച് എന്തോരോ സ്നേഹമാണ്. അടുക്കളയിൽ കാത്തിരിക്കും കേട്ടോ. ഇതാണ് മെയിൻ. ഞാൻ പറഞ്ഞു, മോനെ പണിയുണ്ട് നല്ലവണ്ണം, പണിയൊക്കെ കഴിഞ്ഞ് വരട്ടെ, മമ്മി വരാം പൊന്നെ. അടുക്കളയിൽ ചൂടൊക്കെ അല്ലേ പൊന്നാ, ചൂടെണ്ണ ചൂട് വെള്ളം, പോയി കിടന്നോ, ചേച്ചിയുടെ അടുത്ത് പോയി കിടന്നോ. കൊച്ചിന് പറഞ്ഞാലൊക്കെ മനസ്സിലാവും കേട്ടോ ഗൈസ്. ചൂട് വെള്ളമൊക്കെ ഇല്ലേ, ആ അടുക്കളയിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ശരിയാവും. മമ്മി പിന്നെ വിളിക്കാം കേട്ടോ, പണി കഴിഞ്ഞിട്ട്. മമ്മി വേറെ അടുത്ത് പോകുന്നില്ല, അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ, കിച്ചണിലുണ്ട്. മോൻ അവിടെ ഇരുന്നോണേ, ഓക്കെ? ശരി, ടീക്ക്. ആ എ സിയിൽ കിടന്നോട്ടെ, മമ്മി ഒരിടത്ത് പോകുന്നില്ല, വിളിക്കാം. ഗൈസ്, അവന് ഫുഡൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു, മുഖമൊക്കെ കഴുകി കൊടുത്തിട്ട് ദേ വന്ന് കിടക്കുന്നു കേട്ടോ. ചാവി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പം തന്നെ ദീപക്ക് ചില സമയം വൈകും, ചില സമയം നേരത്തെ വരും കേട്ടോ. അപ്പോൾ ദേ രാവിലെ തൊട്ട് എൻ്റെ പിറകെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതേ കളിച്ച പൊന്നോ, ദീപക്ക് വരട്ടെ കേട്ടാ. അപ്പോൾ ഇന്നൊരു പാട്ട് വേണ്ടേ പൊന്നോ, ഇന്നൊരു പാട്ട് വേണ്ടേ. എൻ്റെ പാട്ട് കേട്ട് ചിലവരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ കേട്ടോ ഗൈസ്, എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകളെ, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ. നിങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ എൻ്റെ ഒരു ബലം അല്ലേ. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരിപ്പേ, நான் எத்தன நாளான காத்திருப்பே, நாடாகே கன்னி பொண்ணு நானும் வாடாதே ரோஜா கண்ணு. பூங்குயிலே பூங்குயிலே நான் எத்தன நாளான காத்திருப்பே, நான் எத்தன நாளான காத்திருப்பே, நான் நாடாகே கன்னி பொண்ணு நானும் வாடாதே ரோஜா கண்ணு. நான் நாடாகே கன்னி பொண்ணு நானும் வாடாதே ரோஜா கண்ணு, நானும் வாடாதே ரோஜா கண்ணு, நானுം വാടാതെ റോജാ കണ്ണ്. കൊള്ളാമോ പൊന്നു? നല്ല പാട്ടല്ലേ? നല്ലൊരു സോങ്ങാ അല്ലേ? നല്ലൊരു നാടൻ പാട്ടാണ്, തമിഴ് നാടൻ പാട്ടാണ്. അയ്യോ, ഞാൻ അവിടെ നിന്ന് വന്ന് ദൂരെ വന്നപ്പോൾ കൊച്ചിങ്ങനെ നോക്കുന്ന കേട്ടോ, ഇനി അടുത്തത് ഞാൻ കളിക്കുന്നോ ഡാൻസ് കളിക്കുന്നോ എന്നൊക്കെയാണ്. പൂങ്കുയിലേ പൂങ്കുയിലേ ഞാൻ എത്തന നാളാന കാത്തിരിപ്പേ, நான் எத்தனை நாளான காத்திருப்பே, நான் நாடாகே கன்னி பொண்ணு நானும் வாடாதே ரோஜா கண்ணு. ഏയ് നാനാകെ കണ്ണി പൊണ്ണ് പൊന്നോ. അയ്യോ, വെറുതെ കളികളാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ പോന്നു. അവനോട് കളിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഞാനല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കളിയൊക്കെ കേട്ടിരിക്കും കേട്ടോ, ഭയങ്കര മസ്തിയായിട്ട്. അവന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കാലു വരുന്നില്ല കഴിക്കാൻ. അവൻ എങ്ങോട്ടോ പോയി. റോഡ് മൊത്തം ഞാൻ നോക്കി, കാണാനില്ല. എവിടെയോ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, അവിടെ പോയതാണ്. ഇല്ല പൊന്നോ, കാലു വരും. വന്നാൽ നമുക്ക് ദീപക്ക് വരുമ്പോൾ ഒന്നും കൂടെ റോഡിൽ നോക്കാൻ പറയട്ടെ, കാലു കൊണ്ടുവന്നോ. അവൻ്റെ ചോറ് ഇവിടെ കിടക്കുന്നു, കൊടുക്കണ്ടേ? അല്ല, അവനെ ഈ സമയത്ത് കാണുന്നതാണ്. എങ്ങോട്ട് പോയി അവൻ? എങ്ങോട്ട് പോയി പൊന്നോ? എന്താ പൊന്നു ഇങ്ങനെ കിടക്കുന്നേ? എല്ലാം എടുത്തോട്ടെ മാമ.
നമ്മുടെ പൊന്ന് പാവമല്ലേ പാവമല്ലേ നമ്മുടെ പൊന്ന് പാവം. അവിടെ എന്തോ കണ്ണി പാവമല്ലേ പൊന്ന് ചൊക്കര പൊന്ന് പാവമാണ് പാവം. പഞ്ചപാവങ്ങളാ ഫ്രണ്ട്സ്, പാവം. നമുക്കൊക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഡാഡിക്കായിരുന്നാലും എനിക്കായിരുന്നാലും മോക്കായിരുന്നാലും മോനായിരുന്നു നമ്മുടെ ജീവനാട്ടോ അവൻ. എല്ലാവർക്കും ഇപ്പോൾ 100% 100% ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 90% ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, 10% ആൾക്കാർക്ക് ചിലപ്പോൾ പെറ്റിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം കേട്ടോ. അപ്പം അവരായിരിക്കും നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിന് പ്രതികരിച്ച് വരുന്നവർ. സത്യമായിട്ട് പറഞ്ഞ പാവങ്ങളായിട്ടോ, പഞ്ചപാവങ്ങളാണ്. പഞ്ചപാവം. നമുക്ക് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവരെ പോലെയുള്ള ജീവികളെ വിശ്വസിക്കാൻ കേട്ടോ. അവിടെ കിടന്നോട്ടെ, പില്ലോയിലൊക്കെ തലവെച്ച് കിടന്നോട്ടെ. അമ്മ AC ഇട്ടിട്ടുണ്ട് കേട്ടാ, ചൂടെടുക്കുന്ന പൊന്നിന്. മോനൊന്നും ഉറങ്ങിപ്പിടിച്ച് വരുമ്പോൾ ദീപക്ക് വരും. അപ്പോൾ ദീപക്കിൻ്റെ പിറകെ മോൻ കളിക്കാൻ പോകും. മമ്മി ഇങ്ങനെ പൊന്നാ ദീപക്കിനെ വിളിക്കണേ, ദീപക് എങ്ങനെ വിളിച്ചേ മമ്മ എങ്ങനെ ദീപക്കിനെ വിളിച്ചത്? ഇല്ല ഗമ്മയിൽ കിടക്കണം കേട്ടോ ഗൈസ്, ഇല്ല ഗമ്മയിലാണ് കിടക്കുന്നത് എൻ്റെ മോൻ. സുന്ദരമോൻ, നമ്മുടെ പൊണ്ടര മോനാണേ, അവരെ സുന്ദരമോൻ. മമ്മി ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്ന മോൻ. ഞാൻ ആ പില്ലോ എടുത്തു കൊടുത്തു, അതിൽ കിടന്നോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കിടക്കുന്ന കേട്ടോ, പറഞ്ഞാൽ കേൾക്കും. പില്ലോയിൽ കിടന്നോളൂ. നിന്ന് കണ്ണടച്ചൊക്കെ വരുമ്പോൾ ദീപക്കിൻ്റെ പിറകെ പൊക്കോളൂ കളിക്കാൻ. അപ്പോൾ പിന്നെ ദീപക്ക് പോകുന്ന സമയമാകുമ്പോൾ ഒരു ഉറക്കമുണ്ട്. അവൻ്റെ ശീലം അങ്ങനെയാണ് കേട്ടോ. കണ്ണടച്ച് പറഞ്ഞു, നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉറങ്ങുന്ന പോലെ കിടന്നു. നമ്മുടെ മഞ്ഞയുടെ മോൻ കിടന്നോടി, നമ്മുടെ പുന്നാര മോൻ കിടന്നോടി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ പിള്ളയിൽ ഇങ്ങനെ തല വെച്ച് തന്നെ ഇങ്ങനെ നോക്കണം, ചരിഞ്ഞ് കിടന്നൊക്കെ നോക്കുന്നത്. അത് കണ്ടോ, നോക്കുന്ന സ്റ്റൈല് ഇത് കണ്ടോ, എങ്ങനെ കിടന്നത്, എങ്ങനെ നോക്കുന്ന. എനിക്ക് ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല ഗൈസ്. കണ്ടോ നോക്കുന്ന നോട്ട, തല ചരിച്ച് പിടിച്ചൊക്കെ നോക്കുന്ന. ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നോക്കണം. കിടക്കുന്നില്ലേ? ഞാൻ അടുത്തിരുന്നാലേ നീ കിടക്കുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ കിടക്കൂലേ? എന്ത് പൊന്നോ, ഇത് മമ്മി അങ്ങ് കൊല്ലി സ്നേഹിച്ച് കൊല്ല്. കാളുവിനെ നോക്കുന്ന അവിടെ ഇവിടെയായിട്ട്. കാലു അവിടെ വന്നിരിക്കുന്നു ഭക്ഷണം കഴിക്കാതെ. മമ്മി വേറെ പപ്പിക്ക് കൊടുത്ത് ചോറ് ഇവിടെ വച്ചു കഴിഞ്ഞാൽ ചീത്തയാവൂലേ. അപ്പോൾ ഗൈസ്, ദീപക്കിനെ ഇതുവരെയും കാണാനില്ല. ദീപക്ക് വരും കേട്ടോ, ഒത്തിരി ലേറ്റായാലും വരും. അങ്ങനെയാണ്. അവന് അടുത്തൊക്കെ എന്തെങ്കിലും പണികൾ വീടുകളിൽ കൂടുതലുണ്ടെങ്കിൽ അവന് ഇത്തിരി ലേറ്റാവും. അപ്പോൾ മോനെ ഉറക്കാൻ കിടത്തിയതാട്ടോ. അപ്പോൾ എനിക്ക് റൂമിൽ കിടന്നപ്പോൾ അവൻ എന്നെ കാണാത്തതുകൊണ്ട് മോളോട് കരഞ്ഞു. അപ്പോൾ അവൾ പുറത്തേക്ക് റൂം തുറന്ന് വിട്ടു. അവൻ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എനിക്കറിയാം ഇത് ഒരു ലോങ് വീഡിയോ അല്ല, ചെറിയ വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അല്ല ഗൈസ്, സ്കിപ്പ് ചെയ്യാതെ കാണണേ ഗൈസ്. എൻ്റെ വീഡിയോ ഇത് മോനെ ഡെയിലി കാണാൻ ഇഷ്ടപ്പെടുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള കുറേ ഫാൻസില്ലേ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ജോലിയായിരുന്നു. ഇത്തിരി വെയിലൊക്കെ വന്നുകൊണ്ട് തുണികളൊക്കെ കൊണ്ടുവന്ന് ഇടലും. അപ്പോൾ എന്നെ കാണാഞ്ഞിട്ട് അവൻ കരഞ്ഞു കേട്ടോ. റൂമിൽ കിടന്നവനാ, കരഞ്ഞുകൊണ്ട് മോൾ എന്ത് ചെയ്തെന്നറിയാമോ, കതക് തുറന്ന് വിട്ടു പൊക്കോന്നും പറഞ്ഞുകൊണ്ട്. എന്നെ കണ്ടപ്പോൾ സമാധാനമായി. ആ ഒരു സൗണ്ടിലൊക്കെ ഒരു കരച്ചിലുണ്ട് കേട്ടോ ഗൈസ്. ഒന്നും പറയണ്ട, പറഞ്ഞില്ലേ എന്നെ സ്നേഹിച്ച് കൊല്ലുന്ന എൻ്റെ മോൻ.
തട്ടിയെടുത്തോ, മമ്മിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോ. എന്നാ മമ്മിയുടെ കയ്യിൽ നിന്ന് എടുത്തോ. എന്നാ ചാടി എടുത്തോ. എന്നാ ബോൾ പിടിച്ചോ, പിടിച്ചോ. ബോൾ പിടിച്ചോ മമ്മിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഗൈസ്, നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇങ്ങനെ കുറച്ച് നേരം ഇവനെ കളിപ്പിക്കും, കുറച്ച് പണിയെടുക്കും. പിന്നെ ഫാനിൻ്റെ അടിയിൽ എന്തോ കൈ കയറി കടിക്കണോ അമ്മ? കണ്ടോ, സെറ്റിൽ കയറി എന്നൊക്കെയാണ് എടുക്കുന്നത്. ചെക്കോ എന്നാ ഓ ദേ പോ. കണ്ടോ 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 ഓടിയത്. ഇവന് കളിയെന്ന് പറഞ്ഞാൽ ഇവന് ബോൾ കളിയാ ഭയങ്കര ഇഷ്ടമായിട്ടോ. മുകളിൽ അത് കണ്ടോ, മുകളിൽ വലിയ ബോളുണ്ട്. പിടിച്ചോ. ഓ ഇതെന്താ കറങ്ങുന്നേ, ഇതെന്താ കറങ്ങുന്നേ? സന്തോഷം കൊണ്ടിട്ടാട്ടോ കറങ്ങുന്നത്. കറക്കം കറക്കം കറക്കം. മോൻ്റെ പ്രദക്ഷിണം വയ്ക്കല്, മോൻ്റെ പ്രദക്ഷിണം വയ്ക്കല്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ചെക്കേ അവിടെ പൊന്നോട് ചാടി പിടിച്ചോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോള്. ഇഷ്ടം പോലെ ബോളുണ്ട്, ഇഷ്ടം പോലെ ബോള്. അയ്യോ ദേ അങ്ങോട്ട് പോയി. ദേ അവിടെ ചെന്നൊന്ന് നോക്കുന്ന കേട്ടോ ഗൈസ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും മോൻ വന്നേ ബൈ പറഞ്ഞേ, ബൈ. അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്ന കേട്ടോ ഗൈസ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.